അഞ്ചൽ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ശിവരഞ്ജിനി സംഗീത സഭയുടെ 9ാമത് വാർഷികം അഞ്ചലിൽ നടന്നു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ ശരത് കുമാർ വാർഷിക പൊതുസമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. സംഗീതം മനുഷ്യഹൃദയത്തെ സ്പർശിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ഭാഷയാണ്. ആ സംഗീതം സമൂഹത്തിലുടനീളം പകരാനും കലാപ്രേമികളെ ഒന്നിച്ചു കൂട്ടാനും സംഗീതത്തിന്റെ മഹത്വവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്നതിനൊപ്പം പുതിയ തലമുറയിൽ സംഗീതാസ്വാദനത്തിനുള്ള താല്പര്യം വളർത്തുകയുമാണ് ശിവരഞ്ജിനി സംഗീത സഭയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. ശിവരഞ്ജിനി സംഗീത സഭയുടെ 9ാമത്തെ വാർഷികമാണിത്. അത് ഞങ്ങൾ കഴിഞ്ഞ 2016 ഇത് തുടങ്ങിയതാണ്. 2017 കേരള സംഗീത നാടക അക്കാദമി നമ്മുടെ ട്രാവൻകൂർ കൊച്ചിൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്താണ്. ഒരു 50-60 അംഗങ്ങളുണ്ട്. ആദ്യകാലത്ത് നമ്മുടെ സംഗീതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആസ്വാദകരായ നമ്മുടെ രഞ്ജുലാൽ, കുട്ടികൃഷ്ണൻ സാറ്, ജയന്, നമ്മുടെ സുനിൽകുമാർ സാറ്, അജിത് സാറ്, കോട്ടുക്കൽ വിജയകുമാർ സാർ തുടങ്ങിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട കലാകാരന്മാരെല്ലാവരും കൂടെ ചേർന്ന് അഞ്ചലിലൊരു സാംസ്കാരിക ഒരു സംഘടന, ഒരു സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക സംഘടന. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാസ്ത്രീയ സംഗീതവും ലളിത സംഗീതവും ഒക്കെ നമുക്കിപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഗാനമേളകളും മറ്റേതൊക്കെ എല്ലായിടത്തും ക്ഷേത്രങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു പുതിയ തലമുറ നമുക്ക് ഈ സംഗീതത്തിലോട്ട് നമ്മുടെ ശുദ്ധ സംഗീതം മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും ഒരു തലമുറയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചലിൽ വളരെ സാംസ്കാരികപരമായിട്ട് കഥകളി, ശാസ്ത്രീയ നമ്മുടെ കുട്ടിസാറിൻ്റെയൊക്കെ നാടകവും മറ്റേ അങ്ങനെയുള്ള ഒത്തിരി മാവേലിക്കര രാമേന്ദ്ര സാറ്, സാധു സാറ്, ബാലകൃഷ്ണപിള്ള സാർ, ഇങ്ങനെ തുടങ്ങിയ പ്രഗത്ഭന്മാരായ ഒത്തിരി കലാസ്വാദകരും അധ്യാപകരൊക്കെ ഉണ്ടായ നാടായിരുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു സാംസ്കാരിക സംഘടന വളരെ ഇല്ല എന്ന് നമുക്ക് തോന്നുകയും അങ്ങനെ അതുമായിട്ട് അഞ്ചൽ കേന്ദ്രീകരിച്ച് കൊല്ലം ജില്ലയിലെ എല്ലാ കലാകാരന്മാരെയും നമുക്ക് വാർഷികവും അതുകൂടാതെ എല്ലാ 2 മാസം കൂടുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന വർക്ക്ഷോപ്പുകളും എല്ലാം നടത്തണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. കുഴപ്പമില്ലാതെ നമ്മളിത് മുന്നോട്ട് പോകുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ സംഘടനയെ പ്രോത്സാഹിപ്പിക്കണം. ശിവരഞ്ജിനി സംഗീത സഭയുടെ ഈ വർഷത്തെ പുരസ്കാരാദരവ് ഡോക്ടർ NJ നന്ദിനി ഏറ്റുവാങ്ങി. ചടങ്ങിൽ ശിവരഞ്ജിനി സംഗീത സഭ പ്രസിഡന്റ് പാലക്കാട് ചന്ദ്രൻ, സെക്രട്ടറി കമൽ വി ദേവ്, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ആർ, രക്ഷാധികാരി PT സുനിൽകുമാർ, N കുട്ടികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗം KG ഹരി, G മധുകുമാർ, സംഗീത സഭ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക്ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക്ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക്ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.